ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഏത് ആലോചനയും അത് സ്വയം നിലക്ക് തന്നെ ഒരു ഇബാദത്താണ്. അവിടുന്നിൻ്റെ മേലുള്ള സ്വലാത്ത്, പേര് ഓർക്കുമ്പോൾ തന്നെയുള്ള സ്വലാത്ത്, അത് ഇബാദത്തിൻ്റെ ഏറ്റവും മികച്ച രൂപങ്ങളിലൊന്നാണ്. അപ്പോൾ ഖുർആനിൽ ഏറ്റവും കൂടുതലായി റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും മികച്ച രൂപം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹ് റഹ്മാനും റഹീമുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അള്ളാഹ് എടുത്തു പറയണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതലായി അള്ളാഹ് എടുത്തുദ്ധരിക്കുന്ന, വിശ്വാസിക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ അള്ളാഹ് പെരുമ നടിക്കുന്ന ഒരു കാര്യം, അവരിൽ നിന്ന് അവരുടെ ഒരു റസൂലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ റസൂലിൻ്റെ പണി, ആ റസൂൽ നിർവഹിച്ച ദൗത്യം, ആ റസൂല് തീർത്ത അത്ഭുതം, വിപ്ലവം, അതല്ലെങ്കിൽ ഇന്നും തുടരുന്ന അതിൻ്റെ ഒരു റിപ്പിൾസ്, അതിൻ്റെ ഒരു കമ്പനങ്ങൾ, അത് നമ്മൾ എത്ര ഇരുന്ന് ചർച്ച ചെയ്താലും തീരാത്ത ഒന്നാണ്. പക്ഷെ അപ്പോൾ പോലും ഈ റബീഇൻ്റെ ഈ ഒരു സമയത്ത് പ്രവാചക ഓർമ്മകൾ കൂടുതൽ സമൃദ്ധമാകുന്നൊരു സമയം, എപ്പോഴും സമൃദ്ധമാണ്, ഒരു നിമിഷം പോലും വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും അത് അണമുറിയാതെ തന്നെ ഒഴുകുന്ന ദിക്റാണ്. എങ്കിൽ കൂടിയും റസൂലിനോടുള്ള മഹബത്ത്, റസൂലിനെ കുറിച്ചുള്ള മാരിഫത്ത്, റസൂലിനോടുള്ള ഇത്തിബാ, പിന്തുടരൽ, അതോടൊപ്പം റസൂലിനോടുള്ള വഫാ, കൂറ്, ഒപ്പം റസൂലിനോടുള്ള ബൈഅത്ത്, ഇതൊക്കെ പല നിലക്ക് ആലോചിക്കാവുന്ന ഒരു സമയമായിട്ടാണ് റബീ സമയത്തുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും ആലോചനകളും വികസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കുറേ പ്രാർത്ഥനകൾ നടത്താറുണ്ട് അല്ലേ. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നാലോചിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഒരു സ്ഥാനത്തുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്രയാണ് ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത് റസൂലിന് വേണ്ടിയിട്ടും. ഇപ്പോൾ നമ്മളുടെ നിസ്കാരത്തിലുള്ള പ്രാർത്ഥന ഉണ്ട്, ഇപ്പോൾ ബാങ്ക് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിലുണ്ട്. ശരിക്കും ഓരോ ദിവസം എടുത്തു നോക്കിയാൽ തന്നെ നമ്മൾ റസൂലിന് വേണ്ടിയിട്ട് ഒരുപാട് തവണ പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള പ്രാർത്ഥനയാണ്. എന്തിനായിരിക്കും നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് ഇത്ര പ്രാർത്ഥിക്കുന്നത് എന്ന് ആലോചിച്ചാൽ, ഇപ്പോൾ സ്വഹാബിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വഹാബിമാർ വൈകാരികമായിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് റസൂലിൻ്റെ വഫാത്ത് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസത്തെക്കുറിച്ച് പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളുള്ള മദീനയിൽ നിൽക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിയാതെ വരുന്നു. ശരിക്കും ഭയങ്കര ഒരു വൈകാരിക തലം കൂടിയുണ്ട്. ശരിക്കും അവരെ ജീവിതത്തിലൊക്കെ അള്ളാഹിൻ്റെ റസൂല് ഭയങ്കര സ്വാധീനമാണ് ചെലുത്തിയത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ വീട്ടിലൊരു അടിമ, ഒരു മനുഷ്യനാണെന്നൊരു പരിഗണന പോലും കിട്ടാതെ ജീവിച്ച ഒരാൾ, ലൈഫിൽ ആദ്യമായിട്ട് ഒരാളെ ചേർത്ത് പിടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുറ്റുള്ള ആളുകൾ സ്നേഹത്തോടെ നോക്കാൻ കാരണം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമും. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ജാഹിലിയ്യ കാലുണ്ട്. നല്ല കഴിവുള്ള മനുഷ്യനാണ്. പക്ഷെ ആ കഴിവ് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും വലിയൊരു നന്മയിൽ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് ഈ ഹിദായത്ത് വന്നതുകൊണ്ടാണല്ലോ. ശരിക്കും ഉമർ റളിയല്ലാഹു അതൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ റസൂൽ ആരാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഹിദായത്ത് കിട്ടിയ ഒരു വഴി ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചു പോയാൽ അതിൻ്റെ ഒരറ്റത്ത് അള്ളാഹിൻ്റെ റസൂലിനെ കാണുമല്ലോ. അള്ളാഹിൻ്റെ റസൂലിനെ കാണുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ വഴികളിൽ, അദ്ദേഹം ഏറ്റുവാങ്ങിയ പരിഹാസങ്ങളിൽ, അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്ന ഉപദ്രവങ്ങളിൽ, അദ്ദേഹം കിടന്ന പട്ടിണി കിടന്ന വഴികളിൽ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി കൂടിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഹിദായത്ത് എത്തിയ ഒരു വഴി കൂടിയാണല്ലോ അള്ളാഹിൻ്റെ റസൂൽ കഴിഞ്ഞു വന്നത്. അപ്പോൾ അത്രയും വലിയൊരു കടപ്പാട് നമ്മുടെ ലൈഫിൽ. ശരിക്കും നമുക്ക് സംഭവിക്കുന്നൊരു പ്രശ്നം, പലതും നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട റസൂലിന് വസീലത്ത് കൊടുക്കണം, ഫളീലത്ത് കൊടുക്കണം,
മഹത്തായ സ്ഥാനം കൊടുക്കണം എന്ന് അത് നമ്മൾ ശരിക്കും നമ്മളെ മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ശരിക്കും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളുടെ ജീവിതത്തോടു കൂടി കണക്ട് ചെയ്ത് വായിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഒരു വൈകാരികമായ ഒരു തലത്തിൽ കൂടി നമ്മൾ എത്തുന്ന എനിക്ക് തോന്നുന്നത്. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം നമുക്കതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് എന്നാണ്. അപ്പം നബിയുടെ പേരിൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് മേൽ 10 സ്വലാത്ത് എന്നത് ഒരു വലിയ പുണ്യമായിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം കുറച്ചുകൂടി അപകടകരമാണ്. കാരണം വെച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഹുബിൽ നിന്നുണ്ടാവുന്നതാണ്, സ്നേഹത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഹുബ്ബുർ റസൂലിൻ്റെ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായി ഇത് വാജിബായ കാര്യമാണ്. അവിടെ എൻ്റെ അപകടമുള്ളത് റസൂലിനെ സ്നേഹിക്കൽ വാജിബാണ്. അപ്പം അത് ഉണ്ടായേ പറ്റൂ. പക്ഷേ ഹുബിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഹുബ് ഒരു വികാരമാണ്. അത് ശരീരം കൊണ്ട്, ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് അത് പ്രകടമാക്കാൻ പറ്റും. പക്ഷെ പ്രകടമാകുന്നതല്ല ഹുബ്. ഹുബ് കൽബിലുള്ളതാണ്. അപ്പോൾ ഇത് ഉള്ളിലുണ്ടാവുക തന്നെ വേണം. അള്ള അളക്കുക അതാണ്. പുറമേക്ക് അവകാശവാദമായി വരുന്ന ഹുബ്ബോ അല്ലെങ്കിൽ ഹുബിൻ്റെ പ്രകടമായിട്ട് പുറത്തേക്ക് വരുന്നതോ എന്നതിനേക്കാൾ കൽബിൽ അതുണ്ടോ എന്നതാണ് പ്രശ്നം. അപ്പോൾ കൽബിൽ അത് ഉണ്ടാവണമെങ്കിൽ 2 മാർഗങ്ങളിൽ ഒരു മാർഗമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഖുർആൻ തന്നെ നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം എന്ന് പറയാൻ റസൂലിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുകയാണത്. അപ്പോൾ അള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും ഉള്ള മാർഗം റസൂലിനെ ഇത്തിബാഅ് ചെയ്യലാണ്. അപ്പോൾ റസൂലിനെ ഇത്തിബാഅ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹുബ്ബ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ്. ശരീഅത്ത് ഇത്തിബാഅ് ചെയ്താൽ ഉറപ്പായിട്ടും മനുഷ്യനൊരു ഹയാത്തുൻ ത്വയ്യിബ ദുനിയാവിൽ കിട്ടും. അത് മനുഷ്യൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ഈ സുഖജീവിതത്തിന്, എൻ്റെ ഈ സന്തോഷ ജീവിതത്തിന് കാരണക്കാരനായ ആൾ റസൂലാണ്. അതിൻ്റെ നമുക്ക് കണക്റ്റ് ആവുന്ന ഒരേ ഒരു കാരണക്കാരൻ റസൂലാണ്. കാരണം എന്താ വെച്ചാൽ ഖുർആൻ പോലും നമ്മളിലേക്ക് വന്നത് റസൂൽ വഴിയാണ്. റസൂലിൻ്റെ സത്യസന്ധതയാണെന്ത് നമ്മുടെ കയ്യിൽ ഖുർആൻ ഭദ്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. റസൂല് വിശ്വസ്തത കാണിച്ചത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് അതേപോലെ തബ്ലീഗ് ചെയ്യാൻ റസൂൽ എടുത്ത ത്യാഗം, റസൂൽ കാണിച്ച സത്യസന്ധത, റസൂൽ കാണിച്ച വിശ്വസ്തത, ഇതിൻ്റെ ഒരു ഫലം കൊണ്ട് മാത്രമാണ് ഖുർആൻ നമ്മുടെ കയ്യിൽ ഭദ്രമായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഹുബ്ബ് എന്ന വികാരം, റസൂലിനോടുള്ള സ്നേഹം എന്ന വികാരം മനസ്സിൽ റസൂലിനോടുള്ള ഇത്തിബായിലൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇത്തിബായിലൂടെ ഈ ഹുബ്ബ് ഉണ്ടാവൽ നിർബന്ധമാണ്. ആ ഹുബ്ബ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈമാൻ ഇല്ലാന്ന്. അപ്പോൾ ഇത് വളരെ അപകടകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹുബ്ബ് ഉണ്ടാക്കാൻ നിർബന്ധിതരാണ്. ഹുബ്ബ് അവകാശവാദമല്ല, ഹുബ്ബ് എന്തെങ്കിലും പ്രകടമായി കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് ഹൃദയത്തിൽ ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ അത് ഉണ്ടാകാനുള്ള മാർഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് റസൂലിനെ ഇത്തിബാഅ് ചെയ്യുക, റസൂലിന് സ്വലാത്ത് ചൊല്ലുക, റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നൊക്കെ. ഇതിനെങ്ങനെ കണക്ട് ചെയ്താലേ ഇത് ജീവിതത്തിൽ ഇതിനൊരു നൈരന്തര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് റബീഉൽ അവ്വലിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സന്ദർഭങ്ങളിലെ ചില പ്രകടനങ്ങളിൽ മാത്രം പരിമിതമാവും. ഇതിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഞെട്ടിത്തരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു തഫ്സീർ ഇതിനെക്കുറിച്ച്, ഈ ആയത്തിനെ കുറിച്ച് ഹുസൈൻ സാഹിബ് പറഞ്ഞ കൊല്ലിങ്കുന്നു തുഹിബ്ബുന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, ആ ആയത്തിൽ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിനെ ഉദ്ധരിച്ചിട്ടാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നു, ശരി, അത് സമ്മതിക്കുന്നു. പക്ഷെ റസൂൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? റസൂൽ നിങ്ങളെ സ്നേഹിക്കാൻ കാരണമായൊരു പൊസിഷനിലാണോ നിങ്ങളുള്ളത്? അദ്ദേഹം ഉദ്ധരിക്കുന്നത് ലൈസൽ അഹം അൻ തുഹിബ് ബലിൽ അഹം അൻ തുഹബ്. നീ ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല വലിയ കാര്യം, നീ സ്നേഹിക്കുന്ന ആളിൽ നിന്ന് തിരിച്ചു നിനക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ പരാജയമായി പറയാറുള്ളത് വൺ വേ ലവിനെ കുറിച്ചാണ്. ഈ ലോകത്ത് വൺ വേ ട്രാഫിക് ആയിട്ടുള്ളൊരു
എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അയാൾക്ക് തിരിച്ച് എന്നോട് ഒരു സ്നേഹമില്ല. അപ്പം റസൂലിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ യാന്ത്രികമായിട്ട് ചിലപ്പോൾ യാന്ത്രികമൊന്നും പറയേണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷെ റസൂൽ നമ്മളെ സ്നേഹിക്കാവുന്ന ഒരു പൊസിഷനിൽ നമ്മളുണ്ടോ, അതല്ലെങ്കിൽ റസൂൽ തന്നെ ഇന്ന കൗമിത്തഹദു ഹാദൽ ഖുർആൻ മഹജൂറ എന്നൊക്കെ പറഞ്ഞ പോലെ റസൂല് നമുക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറയാവുന്ന രീതിയിലേക്കുള്ളൊരു പൊസിഷനിലാണോ നമ്മളുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാ പൊസിഷനിലും സയ്യിദ് സുലൈമാൻ നദ്വി പറയുന്നൊരു സംഗതിയുണ്ട്, എല്ലാ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ എല്ലാ സാഹിബ് ഹാദൽ ഖബർ എന്ന് പറയണ്ടല്ലോ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനും കളയാനും ഉണ്ടാവും. പക്ഷെ എല്ലാ സാഹിബ് ഹാദൽ ഖബർ, ഇവിടെ മറമടപ്പെട്ട ഈ റസൂലിൻ്റെ ഒഴിച്ച് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഈ ലോകത്തെ വാപ്പയാണെങ്കിൽ, ഈ ലോകത്തെ വല്യപ്പയാണെങ്കിൽ, ഈ ലോകത്തെ ഭർത്താവാണെങ്കിൽ, ഈ ലോകത്തെ അയൽവാസിയാണെങ്കിൽ, സുഹൃത്താണെങ്കിൽ, രാജാവാണെങ്കിൽ, ഭരണാധികാരിയാണെങ്കിൽ, അടിമയാണെങ്കിൽ, ഷേബ് അബി താലിബിലെ ബഹിഷ്കൃതനായ മനുഷ്യനിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ഈ ലോകത്തെ അധ്യാപകനാണെങ്കിൽ സ്വഹാബികൾക്ക് മുമ്പിലുള്ള അധ്യാപകരിൽ, വിദ്യാർത്ഥിയാണെങ്കിൽ ജിബ്രീലിന് മുമ്പിലുള്ള വിദ്യാർത്ഥിയിൽ, പിന്നെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് മാതൃകകൾ ഒഴിച്ചിടാത്ത, ചിലപ്പോൾ ഏതെങ്കിലും ആളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കണ്ട എന്നല്ലേ നമ്മുടെ ഏത് ഏറ്റവും മികച്ച ആളുകളെ കുറിച്ച് അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ റസൂലിനെ കുറിച്ച് അൽ ഹദീസുൽ മൻസിലിയ എന്ന് പറഞ്ഞൊരു വിഭാഗം, റസൂലിൻ്റെ എന്തിനാണ് ആയിഷ ബീവി അതൊക്കെ നമ്മളോട് പറയണേന്ന് നമുക്ക് തോന്നിപ്പോവും. കുറച്ച് മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ തോന്നും. അത്ര അകവും പുറവും ഒരേ ശുഭ്രതയിൽ അതേ വെളുപ്പിൽ നമ്മളോട് തരണം. അതുകൊണ്ട് ഇതെന്തിനാണ് തരുന്നതെന്ന് വെച്ചാൽ ആ ഇത്തിബാ അത്ര പൂർണ്ണമാകാൻ പറ്റുന്ന ഒരു ട്രാൻസ്പെറൻസി അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു, അതുപോലെ നിങ്ങൾക്ക് സ്നേഹവും റസൂലിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടുന്നു എന്നുള്ള ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന ഒരു വഴി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം എന്ന് പറയുന്നത് ശരിക്കും പ്രധാനമായിട്ടും 4 കാര്യം ഉണ്ടാവുമല്ലോ. അൽ ഈമാനു ബിർ റസൂൽ, ഇത്താഅത്തുർ റസൂൽ, ഇത്തിബാഉർ റസൂൽ, ഹുബ്ബുർ റസൂൽ എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ വേർതിരിക്കാൻ പറ്റും, പല കാറ്റഗറി ആക്കാം. ശരിക്കും ഈമാനു ബിർ റസൂൽ എന്ന് പറയുമ്പോൾ, അൽ ഈമാനു ബിർ റസൂൽ എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ റസൂലിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വിശ്വാസികളും അള്ളാൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ്. ശരിക്കും എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ 1400 വർഷം മുമ്പ് മക്കയിൽ ജനിച്ചു, അങ്ങനെ മക്കയിൽ 13 കാലം വർഷം അവിടെ ജീവിച്ചു, പിന്നെ മദീനയിൽ പോയി. ഈ ഒരു ചരിത്രം നമ്മളൊക്കെ അറിയുന്നവരാണ്, ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ്. ഇത് ചരിത്രമാണ്, ഇതിനുള്ള സംഭവമാണ്. അതാണോ വിശ്വാസം എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്, കാരണം ഇതൊക്കെയും സംഭവിച്ച കാര്യങ്ങളാണ്. ശരിക്കും അള്ളാൻ്റെ റസൂലിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ സത്യമാണ്, എല്ലാം യാഥാർത്ഥ്യമാണ് എന്ന വലിയൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം അതിൽ വരുന്നല്ലോ. ഇപ്പോൾ സ്വഹാബിമാർ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ, റസൂൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് പിന്നെ അതങ്ങ് ചെയ്യുക, പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ ഒരു കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന സഹാബി, ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എനിക്ക് ഷഹാദത്തിൻ്റെ കൂലി ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ നീ ഷഹീദാണെന്ന് പറയുമ്പോൾ തിന്നുകൊണ്ടിരുന്ന കാരക്ക അവിടെ വെച്ചിട്ട് ഓടുകയാണ്. മൂപ്പര് എൻ്റെ കുടുംബം എന്താവും, ഇനിയിപ്പോൾ അത് ശരിയാവോ, കൊല്ലപ്പെട്ടപ്പോൾ ചെയ്ത് തന്നെയാണോ എന്ന ആലോചന ഒന്നുമില്ലല്ലോ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമല്ല. ശരിക്കും ഇതാണല്ലോ ഒരു ഈമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു വില ആണ് അത് ശരിക്കും ആ ഒരു ഈമാൻ. ഇപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ 1-ാമത്തെ സൊഫിലെത്തിയാൽ നിങ്ങൾക്ക് ഇത്ര പ്രതിഫലമുണ്ട്. ഈ ഒരു ഹദീസ് വായിക്കുന്ന ഒരു വിശ്വാസിക്ക് എനിക്കത് കിട്ടണമല്ലോ എന്നുള്ളൊരു തോന്നൽ. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഇന്നതുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കത് നഷ്ടപ്പെടരുത്. ഇതിങ്ങനെ ഓരോന്നിലും ഇപ്പോൾ സ്വതക്ക റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്കത് കുറയുകയില്ല. പക്ഷെ നമുക്കെപ്പോഴും ഒരു വസ്വാസാണ്, ഇതിപ്പോൾ കൊടുത്താൽ ഇപ്പോൾ എനിക്കുണ്ടാവുമോ, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖർ. ശരിക്കും അത് ഇബ്ലീസിൻ്റെ ഒരു വസ്വാസാണല്ലോ. ഖുർആനിൽ നമുക്കിപ്പോൾ ഒരു കൊടുക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഒരു വടംവലി ഇങ്ങനെ നടക്കും മനസ്സിൽ. ഒരു വശത്ത് ഇബ്ലീസ് പറയണം കൊടുക്കണ്ട, അത് കൊടുത്തപ്പോൾ എനിക്ക് ഉണ്ടാവില്ല. അപ്പുറത്ത് അള്ളാൻ്റെ റസൂൽ എന്ന് പറയാണ്, കൊടുത്തോ, എത്ര കൊടുത്താലും അത് കുറയില്ല. ഇവിടെ പലപ്പോഴും നമ്മൾ തോറ്റു പോകുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കാതിരിക്കാനുള്ള ഒരു തോന്നലിലേക്ക് പോകാൻ കാരണം റസൂല് പറഞ്ഞതിൽ ഒരു വിശ്വാസമില്ലായ്മ വരാറുണ്ടോ. ഇപ്പോൾ വിവാഹാന്വേഷണം വളരെ പ്രധാനമാണല്ലോ അതിൽ. ഇപ്പോൾ നമ്മളുടെ മകനൊരു വിവാഹാന്വേഷണം വരുമ്പോൾ ഒരുപാട് പരിഗണനകൾ ആളുകളുടെ മനസ്സിൽ വരും. സമ്പത്ത്, കുടുംബം, തറവാടിത്തം, സോഷ്യൽ സ്റ്റാറ്റസ്, ദീനൊക്കെ പരിഗണിക്കും, ദീനൊക്കെ എല്ലാവരും പരിഗണിക്കും. പക്ഷെ ദീനിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനിൻ്റെ കാര്യത്തിൽ സംതൃപ്തമായ ഒരു ആലോചന നിങ്ങളുടെ മകൾക്ക് വന്നാൽ
നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. പക്ഷെ അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ അപ്പുറത്ത് കുടുംബക്കാർ പറയും, ഇതിപ്പോൾ ദീന് മാത്രം നോക്കിയപ്പോൾ നടക്കുമോ, മോൾ അവിടെ പോയാൽ ഇപ്പം എങ്ങനെ ജീവിക്കുക, കൂട്ടുകാർ പറയും. അപ്പോൾ ഈ സമ്മർദ്ദത്തിൽ വകപ്പെട്ട് പലപ്പോഴും നമ്മളൊരു ആശങ്കയിൽ പലരും വരും. പക്ഷെ അവിടെ അള്ളാൻ്റെ റസൂല് പറയണ്ടല്ലോ, ദീൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പിന്നെ വേറെ നോക്കണ്ട. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമ്പോഴാണല്ലോ അതൊരു ഈമാനു ബിർ റസൂൽ, അള്ളാന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അൽ ഈമാനു ബില്ല അൽ ഈമാനു ബിർ റസൂൽ എന്നാണ് ഒരു പ്രയോഗം. പിന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ് സാധാരണ നമ്മളെ എന്ത് ചെയ്യുക അതിനർത്ഥം വെക്കുക. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അതിലേക്കൊക്കെയാണ് പോവുക. അതേപോലെ റസൂല് സത്യപ്രവാചകനാണ് എന്ന് വിശ്വസിക്കുക, അതിലൊക്കെ പോകും. ആ സമയത്ത് സാധാരണഗതിയിൽ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അന്നെനിക്ക് വിശ്വാസമാണ്, ഇതും ഈമാൻ്റെ ഒരു വളരെ അനിവാര്യമാണ്. അപ്പൊ റസൂൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ വിഷയത്തിൽ തന്നെ ദീൻ കൊണ്ട് ആണ് വിജയിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ സമ്മർദ്ദങ്ങൾക്കുള്ള ഒക്കെ നടുവിലും റസൂലിന് എനിക്ക് വിശ്വാസമാണ്. റസൂല് പറഞ്ഞത് ജീവിതത്തിൽ എന്ത് ചെയ്യൂല, പാരയാവൂല. ദീൻ കൊണ്ടാണ് വിജയിക്കാൻ പറ്റുക എന്ന് റസൂല് പറഞ്ഞാൽ അതിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. ഇനിയിപ്പോ ബാക്കി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് അവരൊക്കെ പറയുന്ന ആശങ്കകളെക്കാൾ എനിക്ക് റസൂല് പറയുന്നതിനെയാണ് വിശ്വാസം. ഇങ്ങനെ റസൂല് മാതൃക കാണിച്ച എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് പോകുക എന്നുള്ളത് പ്രധാനമാണ്. ഈമാനുമായി ബന്ധപ്പെട്ട് തന്നെ ഖുർആനിലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പ്രവാചകന്മാരിൽ പലരിലുമുള്ള ഈമാനിനെ കുറിച്ച് പറയുന്നിടത്ത് പിന്നെ വല്ലദീന ആമനു മാഹു എന്നൊരു പ്രയോഗമാണ്. പ്രവാചകനോടൊപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുർആന്റെ ഒരു തീമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ തഫ്സീറുൽ മൗദൂഇൽ വരുന്നൊരു വിഷയമാണ് എന്ത് മഅയ്യത്തുള്ളി ഉണ്ട്, മഅയ്യത്തു റസൂലിന്റെ ചർച്ചയുണ്ടായി. അപ്പൊ അതിൽ ഈ ആയത്തുകൾ വെച്ചിട്ടാണ്. അപ്പോൾ റസൂലിനോടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തല്ല, റസൂലിൽ വിശ്വസിക്കുക എന്നതിൽ തീരുന്നതല്ല, വിശ്വസിച്ച് റസൂലിന്റെ കൂടെ കൂടുക, റസൂലിനോടൊപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്താന്ന് ചോദിച്ചാൽ റസൂലിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. റസൂലിന്റെ ജീവിതത്തിൽ ഒരാളും എന്ത് ചെയ്തിട്ടില്ല, റസൂലിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, എനിക്കിതൊക്കെ വിശ്വാസമായി, ഞാൻ എല്ലാത്തിലും വിശ്വസിച്ചു, എന്നാ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, ഞാൻ പോവുക, ഇങ്ങനൊരു സംഭവമില്ല. വന്നയാള് വിശ്വസിച്ച് പിന്നെ റസൂലിന്റെ കൂടെ നിൽക്കുക. പിന്നെ റസൂല് പറയുന്നതിനനുസരിച്ചാണ് അയാളുടെ അനക്കോ അടക്കോ ഒക്കെ. അയാൾ തിരിച്ച് നാട്ടിലേക്ക് പോകണമെങ്കിൽ റസൂൽ പറഞ്ഞിട്ടാണ് പോവുക. അയാൾ അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ റസൂൽ പറഞ്ഞിട്ടാണ് ഇതാകുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇത്താഅത്ത് ഇത്തിബാഅ് എന്നതിൻ്റെ ഒരു പ്രാധാന്യം പിന്നെ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഖുർആനില് വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ആയത്തിന്റെ സബബുൻ നുസൂലിൽ രണ്ട് റിപ്പോർട്ടുകളുണ്ട്. ഒരു റിപ്പോർട്ട് ഒരു അൻസാരിയായ ഒരു ആള് റസൂലിന്റെ അടുത്ത് വന്ന് അയാൾ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു, ഞങ്ങളിപ്പോ റസൂലിന്റെ കൂടെയൊക്കെയാണ്, റസൂലിന്റെ കൂടെ ഇരിക്കുന്നു, റസൂലിനോട് സംസാരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. പക്ഷേ നാളത്തെ കാര്യം ആലോചിച്ചാൽ സ്വർഗത്തിലെത്തിയാൽ താങ്കൾ പ്രവാചകന്മാരുടെ കൂടെ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തും, ഞങ്ങൾക്ക് റസൂലിനെ കിട്ടൂല. അപ്പൊ റസൂലിനോടുള്ള ഹുബ്ബ് കൊണ്ട് അവരെത്തിയ ഒരു അവസ്ഥയാണത്. നാളെ സ്വർഗം കിട്ടിയാലും പോരാ, സ്വർഗത്തിൽ റസൂലിനോടൊപ്പം അല്ലാതെ ഇരിക്കുന്ന അവസ്ഥ പോലും ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോ അതിന് ആയിട്ട് ആ കോണ്ടസ്റ്റില് നബി ഒന്നും പറയാൻ പറ്റിയില്ല നബിക്ക്, മറിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും. ഈ സാധനമാണ് കുറച്ചും കൂടി അപ്പുറം പോയിട്ട് സൂഫി കാലങ്ങളിലെ താങ്കളില്ലാത്ത സ്വർഗത്തേക്കാൾ ഞങ്ങൾക്ക് മദീനയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ള സാധനം വരുന്നത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മേലെ കയറുമ്പോഴാണ്. അപ്പൊ ഇത് റസൂലിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണില്ല. പിന്നെ അള്ളാഹ് ഇടപെടാണ് ചെയ്യുന്നത്. വേറൊരു റിവായത്തുള്ളത്, ഒരാൾ വന്നിട്ട് റസൂലിനോട്, റസൂലെ എപ്പോഴാണ് അന്ത്യനാൾ എന്ന് ചോദിച്ചു. അപ്പൊ റസൂല് അയാളോട് അന്ത്യനാളിന്റെ ഡേറ്റ് കുറിച്ച് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ റസൂൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, മാതാ ആദത്തലഹ, ഈ എന്താ അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇയാള്, ഞാനിപ്പോ എനിക്ക് കുറെ നിസ്കാരം നോമ്പൊന്നും അധികമൊന്നുമില്ല, സൽക്കർമ്മങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അള്ളാഹിനെയും റസൂലിനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് പറയുമ്പോ ഈ അവകാശവാദത്തിന് മറുപടിയാണ് വരുന്നത് ഈ ആയത്ത്. ശരിക്കും ആയത്ത് ഇറങ്ങുമ്പോ ഫമൻ യുഹിബ്ബ അല്ലാഹ വറസൂൽ എന്നാണ് വരുന്നത്. പക്ഷെ ആയത്ത് ഇറങ്ങുന്നത് വമൻ യുതിഇല്ലാഹ വറസൂൽ ആണ്. നിങ്ങള് ഹുബ്ബ് അവകാശപ്പെട്ടാൽ ഹുബ്ബ് എന്തല്ല,
അങ്ങനെ ഒരു മൂർത്തമായ സാധനമല്ല. ഹുബ്ബ് പ്രകടമാകേണ്ടത് അള്ളാഹിനുള്ള. അതായാൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് സഹാബിമാരിൽ പലരും ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ റസൂല് ആ സഹാബിയോട് ഈ സംഭവത്തിന്റെ പ്രതികരണമായിട്ട് ഈ ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടായ അത്ര സന്തോഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ മറ്റൊരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സഹാബി റബിയ റളിയല്ലാഹു അൻഹുവോട് അതാണല്ലോ പറയുന്നത്, അസ്സലുക മുറാഫത്തുക ഫിൽ ജന്ന പറയുമ്പോൾ സുജൂദുകൾ വർദ്ധിപ്പിച്ച് സഹായിക്കുക. അതും അതിന്റെ ഒരു പീക്കാണത്. അത് റബിയന്റെ സംഭവം ഭയങ്കര രസമുള്ള സംഭവമാണ്. നബി എങ്ങനെ സേവിച്ച് നടന്ന് ചെറിയ പയ്യനാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വന്ന റിവായത്തുകളില് പിന്നെ റബിയ അങ്ങനെ എപ്പോഴും കൂടെ നടക്കുന്ന ആളായതുകൊണ്ട് റസൂൽ ഒരു ദിവസം ചോദിച്ചതാണ്, റബിയ എനിക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടോ. അപ്പൊ റബിയയും തന്നെ ചെറിയ പയ്യനായിട്ടും എന്ത് ചെയ്യില്ല, പെട്ടെന്നൊരു ആവശ്യം ചോദിച്ചില്ല. റബിയ വളരെ ഇതില് റസൂൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ പിന്നെ ചോദിക്കണം. റസൂല് പിന്നെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ചോദിച്ചു, റബിയ ഈ ആലോചിച്ചോ? അപ്പൊ റബിയ പറഞ്ഞു ഞാൻ ആലോചിച്ചു. അപ്പൊ എന്താ? അപ്പൊ ഈ ചോദ്യം അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. അപ്പൊ റസൂൽ എന്നിട്ട് ചില റിവായത്ത് അത് വിശദീകരിക്കുന്ന സീറ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, റസൂൽ ഒന്ന് സ്തബ്ധനായി എന്നാണ്. കാരണം റസൂൽ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എന്നിട്ട് റസൂൽ ചോദിച്ചു, അല്ല റബിയെ ആരാ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിർദ്ദേശിച്ചു തന്നത്? റസൂൽ ചെറിയ പയ്യനാണ്. അപ്പൊ മൂപ്പര് മുതിർന്ന ആരോടെങ്കിലും ഒക്കെ പോയിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഇങ്ങനെ ചാൻസ് ഉണ്ട്, റസൂൽ ഇങ്ങനെ ചോദിക്കണം, എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ മുതിർന്ന ആളുകൾ ആരോ ഇങ്ങനെ അപ്പൊ എന്നാ നല്ല ചാൻസ് ആണ്, നിസാരായതൊന്നും ചോദിക്കണ്ട, ഇങ്ങനെ ചോദിച്ചോ എന്ന്. അപ്പൊ മൂപ്പര് പറഞ്ഞത്, ഈ കാര്യത്തിൽ ഞാൻ ഒരാളോടും കൂടിയാലോചന നടത്തിയിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ അദ്ദുന്യാ സായിലത്തും, ദുനിയാവ് ഏത് നിമിഷവും നീങ്ങിപ്പോകും. ദുനിയാവിന് വേണ്ടി റസൂലിനോട് ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചു, റസൂൽ അത് തന്നു, നാളെ ഞാനില്ലെങ്കിൽ ഉപകാരമല്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പരലോക ജീവിതമാണ് അങ്ങനെ നീണ്ടു വരുന്ന കിടക്കുന്നത്. അവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത്. അവിടെ റസൂലിനോടൊപ്പം അല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കാം എന്ന് വിചാരിച്ചതാണ്. ഈ മയ്യത്ത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ആളുകളോട് എങ്ങനെ സഹവസിച്ചു എന്നുള്ളത്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സാധ്യമാക്കിയ നേതാവായിരുന്നു എന്നുള്ളതും വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയം തന്നെയാണ്. കാരണം അവരൊക്കെ മനുഷ്യരൊക്കെ വ്യത്യസ്തരാണ് എന്ന് റസൂലിൻ്റെ ഹദീസ് നമ്മൾ പറയും, അന്നാസുകൽ മഅദീൻ എന്താണ്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം. അവരിലെ ഇന്നേറ്റീവായി അവർ സ്വതവേ തന്നെ അവരിൽ തന്നെയുള്ള നന്മയെ എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വിടാം, അതല്ലെങ്കിൽ മോശമായ ആളെ എങ്ങനെ നന്നാക്കാം. അപ്പോൾ ഇതിലിപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂല് അബൂബക്കറായിട്ട് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അബൂബക്കറിനെ എങ്ങനെയാണ് ഇസ്ലാമിന് ഉപയോഗപ്പെടുത്തേണ്ടത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളപ്പോൾ തന്നെയാണ് അമർ ഇബ്നു ഹിഷാമിനെയോ ഉമർ ഇബ്നുൽ ഖത്താബിനെയോ ഇവിടെ കിട്ടണമെന്ന് വ്യക്തിക്കൊരു വിലയുണ്ട്. അതായത് അയാൾ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന എന്താണോ റസൂൽ ആഗ്രഹിക്കുന്നത് അതന്നെ വരെ സംഭവിക്കുകയാണ്. അപ്പോൾ ഉമറിൽ തന്നെ ഉണ്ടായിരുന്ന നേരത്തെയുള്ള ധീരത, അതുപോലെ തന്നെ തൻ്റെ ഇടം, ഇതൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. ഇതാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു ഇസ്ലാം, നമ്മൾ ഈ ഇസ്ലാമിൻ്റെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അപ്പുറത്ത് വില്ലൻ റോളിലുള്ള ആളാണ് ശരിക്കും ഇതിൻ്റെ സമയത്ത് ഖാലിദ്. പക്ഷെ സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന ആൾക്ക് അർഹമായ സ്ഥാനം തന്നെയാണ് ഇസ്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇസ്ലാം റസൂൽ എങ്ങനെയാണ് വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്നത്, റസൂലിനോടൊപ്പം ചേരുമ്പോൾ വ്യക്തികൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്, പിന്നെ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ അമീനു ഹാദിഹിലും അബൂബൈദത്തുൽ ജറാഹ്, പക്ഷേ ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തൻ. പക്ഷെ റസൂലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നമ്മൾ അമീനു സിർ റസൂലില്ല ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും പൊസിഷൻ ഉണ്ട്. ഹിബ്ബു റസൂലില്ല ഉസാമത്ത് ബിൻ സയ്യിദ്, എല്ലാവർക്കും തോന്നുന്നു റസൂലിന് എന്നോടാണ് കൂടുതൽ സ്നേഹം. കാരണം റസൂൽ എല്ലാവരെയും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞു പോണ നമ്മളെ പോലത്തെ ഖത്തീബുമാരല്ല. അവരെ കൂട്ടത്തിൽ ഓരോരുത്തരെയും അറിയാം. ഈ അതിൽ എപ്പോഴും രസകരമായൊരു സംഭവമുണ്ട്. ഇപ്പോൾ നബിക്കൊരു ആടുവാണ്, ഉളുഹിയത്തിന് അക്കീഖ അറക്കാൻ ആടുവാണ്. അപ്പോൾ ഉളുഹിയത്തിൻ്റെ ആട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖിനെ അല്ല വിടുന്നത്, അത് ഉർവത്തുൽ ബാരിക്കി റളിയല്ലാഹു അൻഹുവിനെയാണ് വിടുന്നത്. ഉർവത്തുൽ ബാരിക്കിയുടെ അടുത്ത് 1 ദീനാർ കൊടുത്തിട്ട് അതുകൊണ്ട് ആട് വാങ്ങിച്ചതാണ്. കാരണം ആള് നല്ല മുസാവമത്തിന് മറ്റേ വിലപേശാൻ പറ്റുന്ന പ്രകൃതമുള്ള ആളാണ്. ആളെ തന്നെയാണ് ആ പണി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആളവിടെ പോയി 1 ദീനാറും കൊണ്ടുപോയി ഒരു ആട് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുടെ മിടുക്കൊണ്ട് പോയിട്ട് 1/2 ദീനാറിന് 1 ആട്, അപ്പോൾ 2 ആട് വെച്ചു. 1 ദീനാർ കൊണ്ട് 2 ആട് വെച്ചു.
എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിൽ വെച്ചൊരു സുഹൃത്ത് കണ്ടപ്പോൾ ഈ എന്താ രണ്ടാടല്ലേ ഇതിലൊരു ഒരാടിനെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് രണ്ടാടിനെ ഒരാടിന് ഒരു ദീനാറിന് പറ്റും. എന്നിട്ട് റസൂലിന്റെ അടുത്ത് തിരിച്ചെത്തുമ്പോൾ റസൂലിന് ഒരു ആടും ഒരു ദീനാറും, റസൂൽ എന്നൊരു ദീനാറും തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്താണോ പണി, അത് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്. ഒരാളെ കൊണ്ട് എന്താണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്, ആ ആവശ്യത്തെ അപ്പം ടാപ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള അസംഖ്യം മനുഷ്യരെ നമുക്ക് എങ്ങനെ ചുറ്റുമുള്ള ഒരു മനുഷ്യനും വെറുതെ അല്ല, അയാളിൽ എന്തോ നമുക്ക് ഉപയോഗിക്കാവുന്ന ടാപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കാണിച്ചെന്ന നമ്മുടെ നേതാവ് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫല അക്കൂന അബ്ദൻ ഷക്കൂറ. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കൊള്ളുന്നൊരു വർത്താനാണ്. ആയിഷ ബീവിനോട് ഞാൻ പടച്ചവനോട് നന്ദിയുള്ള ഒരാളാവണ്ടേന്ന്. ശരിക്കും ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ ഈ അള്ളാൻ്റെ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ പ്രയാസങ്ങളെക്കുറിച്ചും നമ്മളുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടങ്ങളെക്കുറിച്ചാണ് അധികം ആലോചിക്കൽ. ശരിക്കും അള്ളാൻ്റെ റസൂൽ ആലോചിച്ചാൽ നമ്മളൊന്നും അനുഭവിക്കാത്ത എത്രയോ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരാൾ. ഉപ്പല്ലാതെയാണ് ഈ ലോകത്തേക്ക് വരുന്നത്. ഓടിച്ചാടി നടക്കുമ്പോൾ ഉമ്മയും പോയി. പിന്നെ അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ കള്ളം പറയുന്നവർ എന്ന് വിളിക്കുകയാണ്. കൂടെ എന്തിനും കൂടെ ഉണ്ടായിരുന്ന ഖദീജ ബീവി പ്രിയതമ വിട പറഞ്ഞു പോയി. നിസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല ചാർത്തപ്പെടുന്നു. ഷേബ് അബി തോലിബിൽ പട്ടിണി കിടക്കുന്നു. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ കൺമുന്നിൽ ഹംസ റളിയല്ലാഹു അൻഹു, മുസ്തബർ റളിയല്ലാഹു അൻഹു ഒക്കെ കൊല്ലപ്പെടുന്നത് കാണുകയാണ്. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു എന്നുള്ളത്. ഫാത്തിമ ബീവി അല്ലാത്ത എല്ലാവരും മക്കളെ കബറടക്കുക. അപ്പൊ ഇത്രയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടും അള്ളാന്റെ റസൂൽ അതിനിങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ കരുതുക ഹിജറ ചെയ്തു മദീനയിൽ വന്നു അതോടുകൂടി നബിക്ക് സുഖായി എന്നാണ് കരുതുക. അതേ സമയത്ത് ആലോചിച്ചാല് 10 കൊല്ലത്തിനടക്ക് നബി തന്നെ നേരിട്ട് പങ്കെടുക്കേണ്ടി വന്ന യുദ്ധങ്ങൾ 27ആണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ ശത്രുക്കൾ വിടാത്തതുകൊണ്ടാണത് ആ യുദ്ധത്തിന് നബി നിർബന്ധിതനാകുന്നത്. ഹിജറക്ക് ശേഷം പോലും എന്നല്ല, ഭൗതികമായിട്ട് ആലോചിച്ചാൽ ഭയങ്കര നമ്മളൊക്കെ കടന്നു പോയതിനേക്കാൾ എത്രയോ. എന്നിട്ടും അള്ളാന്റെ റസൂൽ ഇങ്ങനെ അവലാദികളല്ല പറയുന്നത്, മറിച്ച് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണ്ടേന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ശരിക്കും നമ്മളൊക്കെ ലൈഫിൽ നമ്മളിങ്ങനെ എത്രയോ ദിവസം തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുറങ്ങും. അപ്പോൾ കടന്നുറങ്ങിയിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദിവസം ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിസ്കരിക്കാതെ തഹജ്ജുദ് നിസ്കരിക്കാതെ ഇപ്പോൾ നാളെ ഇപ്പോൾ റസൂലിൻ്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ പോയിക്കുക. ശരിക്കും അങ്ങനെ ആലോചിച്ചാലിരുന്ന് ഇപ്പോൾ സുന്നത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ മനസ്സിൽ വരുന്നൊരു സാധനം, ഒരു ഫിഖഹിൻ്റെ ഒരു നിർവചനം വരും. എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമായ. ശരിക്കും അള്ളാന്റെ റസൂലിനോടുള്ള ഒരു ഹുബിന്റെ ഭാഷ എന്നുള്ളത് അപ്പോൾ ശരിക്കും റസൂലുള്ള ശരിക്കും ഇങ്ങനെ ആലോചിച്ചാല് റസൂൽ എന്തിനാ അത്രയും സുന്നത്ത് ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ, ഇപ്പോൾ റസൂലിന് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയേറെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അള്ളാന്റെ റസൂലിന് ആഗ്രഹം ഉണ്ടാവും റസൂല് പോണ സ്വർഗത്തിൽ നമ്മളും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് കുറേ വഴി പറഞ്ഞു തരായിരിക്കും, അതായത് എങ്ങനെ എൻ്റെ കൂടെ സ്വർഗത്തിലെത്താം. അപ്പോൾ ശരിക്കും നമ്മളെ ലൈഫിൽ നിന്നൊരു സുന്നത്ത് മിസ്സായി പോകുമ്പോൾ അതിപ്പോൾ കുഴപ്പമില്ലല്ലോ, സുന്നത്തല്ലേ എന്നതിനേക്കാൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവണം. അള്ളാൻ്റെ റസൂൽ ചെയ്തൊരു കാര്യം ഞാൻ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ, ഇങ്ങനെ നഷ്ടപ്പെടുത്തിയ സുന്നത്തുകൾ കൊണ്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ റസൂലിനെ കാണുക? റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലാത്ത നാവ് കൊണ്ട് എങ്ങനെയാണ് ഞാൻ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുക? അപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ എത്രയോ ദൂരാണെന്ന് ചിലപ്പോൾ തോന്നും, അള്ളാൻ്റെ റസൂലിൽ നിന്ന് ഒരുപാട് ദൂരെ. പക്ഷെ നമുക്ക് ആ അടുത്തെത്താൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞ പോലെ ഇത്തിബാ എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ വളരെ സുന്നത്തുകളിലൂടെ ഉള്ളൊരു സഞ്ചാരം. പിന്നെ അത് അള്ളാഹ് തന്നെ വ്യക്തമാക്കിയതാണ്. ഒരാള് വലിയന്റെ പദവിയിലേക്ക് എത്തുന്നത് അതിലൂടെയാണ്. അപ്പൊ അതും കൂടിയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം, ഒരാൾക്ക് എത്താവുന്ന ദറജ. അപ്പൊ നബി ചെയ്ത കാര്യങ്ങളെ ഫോളോ ചെയ്യുക, അതിനെ സുന്നത്തായിട്ട് പിൻപറ്റുക, ഈ കാര്യങ്ങളാണ് ഒരാളെ വലിയന്റെ പദവിയിലേക്ക് ഉയർത്തുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഫർളുകൾ ചെയ്യുന്നതാണ്. പിന്നെ സുന്നത്തുകൾ ചെയ്തുകൊണ്ട് ഒരാൾ അള്ളാഹുലേക്ക് അടുക്കുന്നതിലൂടെ അയാൾ ഒരു ദറജയിലെത്തും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു ദറജയിലേക്ക്. അപ്പൊ സുന്നത്തുകളിലൂടെ എത്തേണ്ട ഒരു ദറജയാണ്, അത് അതിലൂടെ എത്തുള്ളൂ. ഇസ്ലാമിൽ എന്തില്ല, കുറുക്കു വഴികളില്ല. അപ്പൊ നമ്മള് വലിയകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വലിയകൾ
ഫർദ് പോലും അനുഷ്ഠിക്കാത്ത ദർജയിലെത്തിയ വലിയകളാണ്. ശരിക്കും അങ്ങനെ കുറുക്ക് വഴി ഇല്ല, ഇസ്ലാമിലില്ല. ഫർളുകളുടെ അടിസ്ഥാന കൽപ്പിത സ്റ്റെപ്പിൽ വലികൾ. ഫർളുകളുടെ അടിസ്ഥാന സ്റ്റെപ്പിൽ ചവിട്ടിയിട്ട് അവിടെ ചവിട്ടിയിട്ട് സുന്നത്തുകളിലേക്ക് കൂടി കയറി അവിടെ സജീവമായാൽ എത്തുന്ന ദർജയാണെന്ത്? അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടും. കുന്തു സമഅഹുല്ലദി യസ്മഉ ബിഹി വബസറ. കണ്ണും കാതും ഒക്കെ അല്ലാകാന്ന് പറഞ്ഞാല് അതിനൊക്കെ അള്ളാന്റെ ഒരു കാവല് കിട്ടും എന്നതാണ്. അപ്പൊ ആ ദർജയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ കറാമത്തുകൾ അയാൾ അനുഭവിക്കുന്ന കണ്ണിലൂടെയും കാതിലൂടെയും ശരീരത്തിലെ അവയവങ്ങളിലൂടെയും കൈകാലുകളിലൂടെയും ഒക്കെ ഒരാൾ കറാമത്ത് അനുഭവിക്കും. അതിലേക്ക് ഒരാൾ എത്തുക എങ്ങനെയെന്ന് വെച്ചാൽ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിട്ടാണ്. സുന്നത്തുകൾ വർദ്ധിക്കാത്തടത്തോളം എന്ത് ചെയ്യൂല, ഒരാൾ ഫർളിൽ നിന്ന് ഉള്ള ഒരു അള്ളാന്റെ സ്നേഹം കിട്ടുന്ന അവസ്ഥയിലേ എത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ദർജയിലേക്ക് ഒരു മനുഷ്യനെ ഉയർത്തുന്നത് സുന്നത്തുകളാണ്. അതിനെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഇമാം ഷാഫി ഈ അള്ളാഹുവിനോടുള്ള മാസിയത്തിനെ കുറിച്ച് പറഞ്ഞതും റസൂലിന്റെ സുന്നത്തിന്റെ കാര്യത്തിലും ഒരുപോലെ ഒരേ കണക്ഷനുള്ള സാധനമാണ്. ഇമാം ഷാഫി മാസിയത്തിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കരുത് എന്നാണ്. ചെയ്യുന്ന തെറ്റ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആരെയാണ് ധിക്കരിക്കുന്നത് എന്നതാണ്. അതേപോലെ തന്നെ സുന്നത്ത് വെടിയുമ്പോൾ ചെറിയ സുന്നത്താണോ വലിയ സുന്നത്താണോ പ്രധാനപ്പെട്ടതാണോ മോക്കതാണോ വൈറു മോക്കതാണോ ഇതൊന്നുമല്ല പ്രധാനം. ഒഴിവാക്കുന്ന സുന്നത്ത് ആരുടേതാണ്. നിങ്ങൾ ഏത് ജീവിത മാതൃക പിൻപറ്റിയാണോ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്, ആ ജീവിത വഴിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വിടുന്നത്. റസൂല് ചിലപ്പോൾ ആ സുന്നത്തുകൾ ചിലത് നമുക്ക് ഫർലായി പോകുമോ എന്ന് പറയുന്ന അതിൽ നിന്ന് വിട്ടുന്നത് പോലും നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം അത് നമുക്ക് ഹജ്ജിന്റെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അധികം ചോദിക്കല്ലേ. കാരണം അത് അപ്പോൾ അതിനർത്ഥം ഇപ്പം നമ്മുടെ വാപ്പാനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കുക. വാപ്പ മരണപ്പെട്ടു പോയാൽ വാപ്പക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് അപ്പം നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാപ്പ നമ്മളോട് നിർബന്ധപൂർവ്വം പറഞ്ഞ സംഗതി ഒന്നുമല്ല. വാപ്പയുടെ ചെറിയൊരു വികാര സംഗതി പോലും നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മുടെ അധ്യാപകൻ ഈ ഇക്ബാലിൻ്റെ ഒരു കവിത ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കാൽപ്പനികതയുടെ അങ്ങേയറ്റമാണ് കേട്ടോ. ചിലപ്പോൾ സാഹിബിന് ഇഷ്ടപ്പെടും. അത് എന്താണെന്ന് വെച്ചാൽ നാളെ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് വിചാരണ നടക്കുമ്പോൾ റസൂല് അവിടെ നിൽക്കുന്നു, അള്ള നമ്മ വിചാരണ ചെയ്യുന്നു. അപ്പം എൻ്റെ വിചാരണ റസൂല് കാണരുത്. കാരണം വെച്ചാൽ എനിക്ക് ട്യൂഷൻ എടുത്ത് തന്ന, എൻ്റെ അടുത്ത് തോക്കരുതെന്ന് എന്നെ പഠിപ്പിച്ചു തന്ന റസൂൽ അള്ളഹാനോട് പറയാണ്. പേർഷ്യൻ ഭാഷയിലുള്ള കവിതയാണ്. അങ്ങനെ ഈ അള്ളഹാനോട് ഇക്ബാൽ പറയാണ്, എന്താണ്, തൂഹനി അസ്ഹർദു ആലം മൻ ഫക്കീർ, പഠിച്ചോനെ നീ രണ്ട് ലോകത്തിൻ്റെയും ഉടയവൻ, മൻ ഫക്കീർ ഞാനാകട്ടെ ഫക്കീർ, റോസെ മെഹ്ഷർ ഉസ്റഹായ മൻ ഫസീർ, നാളെ പരലോകത്ത് എന്നെ വിചാരണ ഇല്ലാതെ ഒന്ന് കഴിച്ചിലാക്കിയാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. ഇനി ഗർത്തുമി ബീനി ഹിസാബൻ നാഗുസീർ, ഇനി എന്നെ വിചാരണ ചെയ്യൽ അത്ര അനിവാര്യമാണെങ്കിൽ അസ്നിഗാഹെ മുസ്തഫ പിൻഹ ബഗീർ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയിട്ട് നബിയുടെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എന്നെ വിചാരണ ചെയ്താൽ അത്ര എന്നെ ഇതേ അവസ്ഥയിൽ ഞാൻ എത്തരുതെന്ന് എന്നെ ഉപദേശിച്ച റസൂലിന്റെ മുമ്പ് അത്ര നാണം കെട്ട അവസ്ഥയിലായി പോകും ഞാൻ എന്ന് പറയുന്നത്. അതായത് ട്യൂഷൻ മാഷ് പറഞ്ഞ അതേ ക്വസ്റ്റ്യനാണ് തെറ്റിച്ചത് എന്ന് വീണ്ടും 0 5 വരുമ്പോൾ ആ കുട്ടിക്ക് വീണ്ടും ആ മാഷിനെ കാണാനുള്ള മടി ഉണ്ടാവുമല്ലോ. ഇതാണ് നമ്മൾ അത്രമേൽ സ്നേഹിച്ച ഒരാൾക്ക് മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്ന കാഴ്ച വല്ലാത്ത ഒരു കാഴ്ച. കാരണം നമ്മൾ ജയിക്കാവുന്ന എല്ലാ വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്, തോൽക്കാവുന്ന ഒരു പോയിന്റും എന്താണ് അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ അടച്ച് കളയാതിരുന്നിട്ടില്ല. ഈ സുന്നത്ത് നിഷേധം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതുകൂടി അതിൻ്റെ ഒരു ബന്ധപ്പെടുന്നത്. അപ്പോൾ അള്ളാന്റെ റസൂൽ കാണിച്ചു തന്ന കാര്യങ്ങൾ, സുന്നത്ത് നിഷേധം എന്ന് പറയുന്നത് ഹദീസുകളെ നിഷേധിക്കുക എന്നതാണല്ലോ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. ശരിക്കും ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളെ മുസ്ലിം ഉമ്മത്തും വിശ്വാസികളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിലൊരു സുന്നത്ത് നിഷേധം കൂടി ആവും ചിലപ്പം. ശരിക്കും ഈ നമ്മൾ പിന്തുടരേണ്ട സുന്നത്തുകൾ മാത്രമല്ലല്ലോ, ഈ സ്വഹാബിമാർ ശരിക്കും ചിലതൊക്കെ റസൂല് ജീവിച്ചതുപോലെ ജീവിക്കുക എന്നൊക്കെ ജീവിച്ച ആളുകൾ അടക്കമുണ്ട്. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്നത്, മൂപ്പര് റസൂൽ ഇഷ്ടപ്പെട്ടതൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെടുക എന്നാണ്. റസൂലിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, റസൂലിന് ഇഷ്ടപ്പെട്ട വസ്ത്രം. ശരിക്കും നമ്മൾ സാധാരണ സാങ്കേതിക ഭാഷയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പിന്തുടരേണ്ട സുന്നത്തുകൾ അല്ലാത്തതെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരു സംഭവം പറയാറുണ്ടല്ലോ, അപ്പോൾ ഈ ഹജ്ജോ ഉംറയൊക്കെ ചെയ്യുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സ്ഥലത്ത് പോലെ നടന്നു പോകുമ്പോൾ തല കുനിച്ച് നടക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ
അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തല താഴ്ത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ താന്ന് നിന്നപ്പോൾ തല തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തല താഴ്ത്തി നടന്നു. ഇന്നിപ്പോൾ ആ മരവും കൊമ്പൊന്നും ഇല്ലെങ്കിലും എൻ്റെ റസൂൽ നടന്നതുപോലെ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ച വലിയൊരു മാതൃകയാണ് ശരിക്കും എന്നുള്ളത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ നമ്മളുടെ ഉമ്മത്തിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശരിക്കും ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചുറ്റുമുള്ള മനുഷ്യന്മാരൊക്കെ വിചാരിക്കുകയാണ് ഇന്നോടാണ് റസൂലിന് ഏറ്റവും സ്നേഹം. അത് ഭയങ്കര ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ആർക്കും കഴിയണമെന്നില്ല, ഒരാൾക്കും കഴിയാത്തൊരു സാധനമായിരിക്കും അത്. എന്നോടാണ് സ്നേഹം എന്ന് ഓരോരുത്തർക്കും തോന്നണമെങ്കിൽ ഓരോരുത്തരോടും എത്രമാത്രം സുന്ദരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. സെയ്ദ് ബിൻ ഹാരിസയുടെ ഒക്കെ ചരിത്രം എന്ത് രസമാണ്. അതിൻ്റെ ഒരു ഇതിന് മുനാഫികളുടെ ഏറ്റവും വലിയ ആരോപണം തന്നെ വയഖൂലൂന ഹുവ ഉദുൻ, ഇയാളെ എല്ലാവർക്കും ചെവി കൊടുക്കും എന്നിട്ട് പറയും ഉദുന് ഖൈറില്ലാക്കും. ഇത് നിങ്ങളെ കേൾക്കണ റസൂലാണെന്നുള്ളതാണ്, നിങ്ങളോട് പറയണ റസൂലിനല്ല. റസൂലിനെതിരെയുള്ള ആരോപണം തന്നെ എല്ലാവരെയും പരിഗണിക്കുന്നു, എല്ലാവരെയും കേൾക്കുന്നു എന്നുള്ളതാണ്. സെയ്ദ് ബിൻ ഹാരിസിന്റെ ഉപ്പ വന്നിട്ട് വിളിക്കുമ്പോഴാണല്ലോ ഫോണില്ല റസൂലിന്റെ കൂടെ നിൽക്കണ എന്നുള്ളൊരു. അതെ, അവിടെ ഇപ്പോൾ സെയ്ദ് ബിൻ ഹാരിസിന് റസൂലിനോടുള്ള സ്നേഹം എന്നതിനോട് കടപിടിക്കുന്നോ അതിന് മുകളിൽ നിൽക്കുന്നോ ആണ് എന്ത് റസൂല് അങ്ങോട്ട് കാണിച്ച സ്നേഹം. അതാണ് അദ്ദേഹത്തെ പിടിച്ചെടുത്തത്. ഇതിന്റെ ഒരു ഭയങ്കര കലവറയാണ് റസൂല് എന്ന് പറഞ്ഞാൽ. വളരെ സാധാരണക്കാരായ ആളുകൾ നബിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള, നബിയിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള പരിഗണന. ഇപ്പോൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായതായിട്ട് സീറ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അയാൾ പേര് വേറെ എവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ അയാളൊരു പ്രധാനിയല്ല, വേറെ എവിടെയും പേര് പറയുന്നത്. അപ്പം അയാളുടെ ജീവിതം പറയുന്നത്, അയാളിങ്ങനെ ജീവിച്ച് റസൂല് അദ്ദേഹത്തെ ഒരു ദിവസം കണ്ടപ്പോൾ, അല്ല ജുലൈബി കല്യാണം കഴിക്കണമെന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ജുലൈബി ആകാൻ തമ്മിട്ടു. ജുലൈബി ഒരു ഗതിയില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനാണ്, കല്യാണത്തെ കുറിച്ചൊന്നും ആലോചിക്കാനേ പറ്റാത്ത ആളാണ്. അപ്പോൾ ജുലൈബി ഇങ്ങനെ സ്വന്തം തന്നെ ഇങ്ങനെ അടിമുടി നോക്കി. അപ്പോൾ റസൂൽ എന്നോട് തന്നെ അല്ലേ എന്നൊക്കെ സംശയം ഉണ്ടായി. പിന്നെ പിറ്റേ ദിവസവും റസൂൽ അത് തന്നെ ചോദിച്ചു. മൂന്നാമതൊരു തവണയും റസൂല് അത് തന്നെ ചോദിച്ചു. അപ്പോൾ ജുലൈബി തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂൽ നേരെ നാലിന് അൻസാരിയുടെ വീട്ടിൽ പോയിട്ട് അവരെ മകളെ എനിക്ക് കെട്ടിച്ചേരാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ജുലൈബി പോയി കാര്യം പറഞ്ഞു അവിടെ. അപ്പോൾ ഇയാള് ആദ്യം റസൂല് നിനക്ക് വേണ്ടിയാണോ കല്യാണം ആലോചിക്കണം, അല്ല റസൂലിന് വേണ്ടിയാണോ? അപ്പൊ ഇങ്ങനെ ഒരാള് അവിടുത്തെ അവരുടെ ഒരു ഏതായാലും ഒരു പാരമ്പര്യത്തിനും പേരാണല്ലോ അവര്. ജുലൈബീബ് അവിടെ വന്ന് ആ വീട്ടിൽ നിന്ന് പെണ്ണ് ചോദിക്കാൻ മാത്രമല്ല, അപ്പൊ റസൂലിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ജുലൈബീബിനെ പറഞ്ഞയച്ചതാണ് എന്ന് ഉറപ്പ് വരുന്നത്. അപ്പൊ ജുലൈബ് അല്ല, എനിക്ക് കെട്ടിച്ചേരാനാണ് പറഞ്ഞത്. അപ്പൊ ഈ വാപ്പക്ക് ഇഷ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ പെൺകുട്ടി റസൂല് പറഞ്ഞതാണെങ്കിൽ തട്ടണ്ട എന്ന് പറഞ്ഞ വിവാഹം നടക്കുകയും വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ യുദ്ധത്തിന് വിളി ഉണ്ടായപ്പോൾ പോയതാണ് ജുലൈബീബ്. ജുലൈബീബ് യുദ്ധത്തിൽ ഷഹീദായെന്ന് മാത്രമല്ല, ഷഹീദായ ആളുകളുടെ വിവരങ്ങൾ റസൂലിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രഗത്ഭര യുദ്ധം അവസാനിച്ച് റസൂലിന് വിവരങ്ങളൊക്കെ കിട്ടി. പലരുടെ പേരും റസൂലിന്റെ മുമ്പിൽ വന്നു. റസൂൽ ഒരിക്കൽ നിങ്ങൾ ആരെങ്കിലും ജുലൈബീബിനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓലിങ്ങനെ ജുലൈബീബ് അങ്ങനെ കണ്ടാൽ തന്നെ റസൂലിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാളൊന്നും അല്ല എന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇല്ല, ഞങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നാണ്. അപ്പോൾ റസൂൽ സ്വയം ഇറങ്ങി പോയി. യുദ്ധക്കളത്തിൽ ജുലൈബീബ് വെട്ടേറ്റ് കിടക്കുന്നിടത്ത് റസൂൽ എത്തി. റസൂൽ ജുലൈബീബിൻ്റെ അടുത്ത് ഇരുന്നു. റസൂലിനെ അദ്ദേഹത്തെ ഇങ്ങനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജുലൈബീബ് മിന്നി വ അനമിൻ ജുലൈബീബ് എന്ന് റസൂൽ പറഞ്ഞു. ജുലൈബീബ് എൻ്റെതാണ് എന്ന് റസൂൽ പറഞ്ഞു എന്നാണ്. ഒരു യുദ്ധത്തിന്റെ തലേ ദിവസവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആരൊക്കെ ഒരു വെളിച്ചം കണ്ടിട്ട് സഹാബികൾ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ രണ്ടാളുകൾ ഖബർ കുഴിക്കുകയാണ്, അടുത്തൊരു മയ്യത്തുണ്ട്. അപ്പോൾ ഖബറിലിറങ്ങി ഖബർ കുഴിക്കുന്നത് റസൂലാണ്, പുറത്ത് നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ അപ്പം മരിച്ച ഒരാളെ മറമാടാണ്. റസൂലിൻ്റെ കയ്യിലേക്ക് അബൂബക്കർ മയ്യത്ത് കൊടുക്കുന്നു. റസൂൽ അത് കൈകൊണ്ട് വന്നു ഖബറിലേക്ക് വെക്കുന്നു. അപ്പോൾ ഇത് കണ്ട സഹാബികൾ പിന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നവരാണ് പറയാണ്, ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു എന്നാണ്.
ഈ മരിച്ച ആളാണ് ആരാണ് എന്നത് പോലും എന്തില്ല, പല റിപ്പോർട്ടുകളും ഇല്ല. ഇല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പേര് പരാമർശിക്കത്തക്ക പോലും ഇതില്ലാത്ത, സാധാരണ നമുക്ക് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഇത് റസൂൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലീഡർ. അപ്പൊ റസൂല് ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ റസൂല് പരിഗണിക്കാത്തത് ആരെയും ഇല്ല എന്നാണ്. ഈ സ്നേഹം അങ്ങോട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് കണക്ട് ആവുന്ന വെച്ചാൽ ഇതേ സ്നേഹം റസൂലിന് ഉമ്മത്തിലുള്ള എല്ലാ വിശ്വാസികളോടും ഉണ്ട്. അത് പ്രകടിപ്പിച്ചും അതിന്റെ സന്തോഷ വാർത്ത അറിയിച്ചുമാണ് എന്ത് ചെയ്തത് റസൂല് കടന്നുപോയിട്ട്. പക്ഷെ സഹാബത്തിന്റെ വഴിയിൽ സഹാബത്ത് റസൂലിനെ ഇത്തിബാ ചെയ്തതുപോലെ, റസൂലിന്റെ സുന്നത്തിനെ പിന്നാലെ കൂടിയതുപോലെ കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാവുമോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഉമ്മത്തിന്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളത് മാത്രമാണ്. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൂടി ഉണ്ടല്ലോ ശരിക്കും അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീക്ക്, ഒരു പെണ്ണ് വരുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി വരുന്ന എത്രയോ ആളുകളുണ്ട്. അവരുടെ ശരിക്കും ബാബുൻ നിസാ ബാബുൻ നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം നമുക്കറിയാലോ, സ്ത്രീകൾ എങ്ങനെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് ശരിക്കും റസൂലിൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളുടെ അന്തസ്സിനെ, ഐഡൻറ്റിറ്റിയെ റസൂൽ പരിഗണിക്കുന്ന കുറേ സന്ദർഭങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഭർത്താവിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് റസൂലിൻ്റെ അടുത്ത് വരികയാണ്. അതുപോലെ മാതാപിതാക്കളെ കുറിച്ച് പരാതി, എന്നെ ഇഷ്ടമല്ലാതെ കെട്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ശരിക്കും ഇതിനെ എങ്ങനെയാണ് റസൂല് അക്കോമഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? കാരണം അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സുന്നത്തിന് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ സുന്നത്തിനെ മനസ്സിലാക്കുമ്പോൾ നിസ്കാരം, സുന്നത്ത്, നോമ്പ് എന്ന് ആദ്യം ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ സുന്നത്താണെങ്കിൽ ആയിഷാ ബീവി പറഞ്ഞല്ലോ, അദ്ദേഹം വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെ പണികളൊക്കെ ചെയ്യും, ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകും. അപ്പോൾ ശരിക്കും വീട്ടിലെ പണി ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്. അപ്പോൾ നിസ്കരിക്കുന്നത് പോലെ, സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ ആണുങ്ങൾക്ക് വീട്ടിലൊരു പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ സുന്നത്ത്, അള്ളാഹിൻ്റെ റസൂൽ ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി അതിൽ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല, അത് സമുദായത്തിന്റെ ഒരു പരിമിതിയാണെന്ത്, സുന്നത്തിനെ ആരാധനകളിലേക്ക് മാത്രമായി പരിമിതി. ഇപ്പോൾ നമ്മൾ അള്ള പറഞ്ഞ ഖുദ്സിയായ നേരത്തെ പറഞ്ഞ വലിയുമായി ബന്ധപ്പെട്ട ഹദീസ് പോലും അതിൽ ഫറലാക്കിയത് എന്ന് പറയുമ്പോഴും നവാഫില് എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ വെറും ആരാധനകളുടെ ഫർളുകളും അതേപോലെ തന്നെ ഭക്ഷണം സുന്നത്ത് കൈകൊണ്ട് ബിസ്മില്ലയും വലതേ കൈ കൊണ്ട് കുടിക്കലും മാത്രമാണ് സുന്നത്ത്. പക്ഷെ 3-1 ഒഴിച്ചിടണമെന്നും 3-1 ഇത് സുന്നത്താണ്. ഡയറ്റ് പക്ഷെ സുന്നത്തായിട്ട് നമുക്ക് തോന്നൂല. നമ്മളൊരു നോമ്പെടുത്ത് തന്നെ പരിഹരിക്കുമ്പോൾ വ്യാഴവും അതുപോലെ തന്നെ തിങ്കളും നോമ്പെടുക്കുക എന്ന് പറഞ്ഞാല് വേറെ രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തോടും ചില സംഗതികളോട് വിരക്തി കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കൂടി ശീലിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സുന്നത്ത് കൂടി അതിലുണ്ട്. അതായത് ജീവിതത്തിൽ നിങ്ങൾ വെറുതെയിലും പട്ടിണിയിലും പ്രയാസത്തിലാകുമ്പോൾ പോലും നിങ്ങൾക്ക് സ്റ്റെഡ് ഫാസ്റ്റ്നെസ് തരുന്ന ഒരു വശം റസൂലിന്റെ സുന്നത്തുകളുണ്ട്. അതേസമയത്ത് സുന്നത്ത് നിഷേധം എന്ന് പറയുന്നത് ശരിക്ക് മുഴുവൻ മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടത് അത് ദീനിനെ പൊളിക്കാനുള്ള പ്രൊജക്റ്റാണ്. സുന്നത്ത് നിഷേധിച്ചാൽ ഖുർആനും നിലനിൽക്കൂല. കാരണം റസൂലിൽ അവിശ്വാസ്യത വന്നാൽ അതോടുകൂടി ഖുർആന്റെ വിശ്വാസ്യതയും നഷ്ടപ്പെടും. കാരണം ഇത് കൊണ്ടുവന്ന ആള് റസൂലാണ്. രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ സുന്നത്ത് നിഷേധത്തെ പല രീതിയിൽ ദീനിനെ ദുർബലമാക്കാൻ, റസൂലിനെ അപ്രസക്തമാക്കിയേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആളുകൾ അതിനുവേണ്ടി നിരന്തര ശ്രമം നടത്തിയിട്ടും അതൊന്നും വിജയിക്കാതെ പോയി. കാരണം മുസ്ലിങ്ങൾ റസൂലിനെ ഏറ്റെടുത്തത് ജീവിതം കൊണ്ടാണ്, നസ്സുകൾ കൊണ്ടല്ല. അപ്പൊ ആ ജീവിതത്തെ തകർക്കാൻ പറ്റില്ല. ഇത് തവാത്തുർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹദീസുകളിൽ മുത്തവാത്തിറേ അറിയുള്ളൂ. അതേസമയത്ത് മുസ്ലിം അമലിയായിട്ട് തവാത്തുറൻ ദീനിനെ ഏറ്റുവാങ്ങിയതിന്റെ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ ചരിത്രം സംഭവിച്ചതിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ ചരിത്രം എങ്ങനെ സംഭവിച്ചു എന്നൊന്നും പരിഗണിക്കാതെ നമ്മൾ നെസ് പരതിയിട്ട് ചില തീർപ്പുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇമാം ബുഖാരി എന്നാണ് ഹദീസ് ക്രോഡീകരിച്ചത്? റസൂലിന്റെ ജീവിതത്തിന് 2 നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ ഇത് പറഞ്ഞു കേട്ടാൽ ഇത് വിശദീകരിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ തന്നെ പെട്ട ആളുകൾ വിചാരിക്കുന്നത് ആ സംഗതി ശരിയാട്ടോ, നബിയൊക്കെ ജീവിച്ചു മരിച്ച് പോയിട്ട് 10-200 കൊല്ലത്തിന് ശേഷം വന്നിട്ടാണ് ഇത് ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് എവിടുന്നാണ് ക്രോഡീകരിക്കുന്നത് വെച്ചാൽ ബുഖാരി ഏത് ഹദീസ ക്രോഡീകരിക്കുന്നത് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ
ഫെമിലിയറായി എല്ലാവർക്കും അറിയാവുന്ന ഹദീസുകൾ രേഖപ്പെടുത്തുക എന്നുള്ള പണിയാണ് ബുഖാരി ചെയ്യുന്നത്. അതല്ലാതെ ഹദീസുകൾ മുസ്ലിം ഉമ്മത്ത് ആകപ്പാട് വിസ്മരിച്ചു കളഞ്ഞു, പിന്നെ മൂപ്പര് എവിടുന്നൊക്കെ ആകപ്പാട് അറിയാവുന്ന ഇതല്ല. ഇതിങ്ങനെ മുമാറസയിലുണ്ട്. ഒരു ദൈനംദിന ജീവിതത്തിലെ പ്രാക്ടീസിങ്ങിലും ഇവരുടെ വിജ്ഞാന വിതരണത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഒക്കെ ഇത് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരി ഒരു ഭാവിയെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ കൃത്യമായിട്ട് സനദ് പ്രകാരം ക്രോഡീകരിക്കുക എന്നുള്ള പണി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുഖാരി യിൽ എന്തെങ്കിലും സംശയം ഉന്നയിച്ചാൽ പോലും പൊളിഞ്ഞു പോകുന്നതല്ല എന്ത് സുന്നത്ത് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു മെയിന്. അപ്പോൾ സുന്നത്തിനെ എന്ത് ചെയ്യാൻ പറ്റൂല, നിഷേധിക്കാനും പറ്റൂല. കാരണം അള്ളാഹു സുന്നത്ത് അറ്റാച്ച്ഡ് ആയ ഒരു ഖുർആനെ അല്ലാതെ അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, സങ്കല്പിച്ചിട്ടേ ഇല്ല. അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനാണ് സുന്നത്തിന്റെ പ്രാമാണികതയുടെ തെളിവ്. ഖുർആൻ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു പ്രവാചകൻ എന്നതുകൊണ്ട്. ഇനിയിപ്പോ സുന്നത്തിന്റെ കാര്യത്തിൽ സംശയം ഉന്നയിക്കപ്പെടുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിന് ഉണ്ടാകുന്ന ഒരു ആദിയുണ്ട്. അതിന്റെ ആവശ്യവും യഥാർത്ഥത്തിൽ ഇല്ല. സുന്നത്തുകൾ മുഴുവൻ നിരാകരിക്കപ്പെട്ടാൽ പോലും ഖുർആനിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രവാചകനുണ്ട്. അത് പ്രവാചകന്റെ ഒരു പ്രബോധന ജീവിതം, റസൂൽ എന്നുള്ള നിലക്കുള്ള ഒരു ജീവിതം, റസൂലിന്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള സൂചനകളടക്കം. ആ പ്രവാചകൻ പോലും എന്താണ്, മുസ്ലിങ്ങൾക്ക് മനുഷ്യന് പിൻപറ്റിയാൽ ജീവിതം വിജയം ഉറപ്പുവരുത്താവുന്ന പ്രവാചകനാണ് ശരി. എന്ന് സുന്നത്ത് ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ തള്ളിയത് കൊണ്ട് ദീൻ പൊളിയില്ല, ദീനും പ്രവാചകൻ പോലും പൊളിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതില് ശ്രദ്ധേയമായ മറ്റൊരു ഇതെന്താ വെച്ചാൽ ഖുർആൻ അവതരിപ്പിക്കുന്ന പ്രവാചകന്മാർ ഇതൊരു വിഷയമാണ് ശരി. ഖുർആൻ അവതരിപ്പിക്കുന്ന മൊത്തം പ്രവാചകന്മാരും മുഹമ്മദ് നബി എന്ന് വെച്ചാല് പ്രവാചകന്മാരെ മൊത്തത്തിൽ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ജനജീവിതത്തിൽ സജീവമായ പ്രവാചകന്മാർ, യംശൂനഫിൽ അസ്വാഖൊക്കെ നമ്മൾ പറയില്ലേ, യംശൂനഫിൽ ഇങ്ങനെയുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവതരിപ്പിക്കുമ്പോൾ അതേ രീതിയിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ ഒരാൾ എന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ വളരെ പ്രധാനമാണത്. ഒന്ന്, റസൂൽ ഒരിക്കലും ദിവ്യത്വത്തിലേക്ക് ഉയർന്നു വരരുത്. ദീനിന്റെ അടിസ്ഥാനമാണ്. കാരണം അങ്ങനെയുള്ള പ്രവണതകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പോകുന്നുണ്ട്. റസൂലിനോടുള്ള ആദരവ്, സ്നേഹം, ബഹുമാനം, റസൂലിന്റെ വിശ്വാസം, ഇതൊക്കെ അതിൻ്റെ ഒരു പീക്കിൽ അംഗീകരിക്കപ്പെടുന്നതോടൊപ്പം അതിനെന്തുണ്ട്, ഒരു റെഡ് ലൈൻ അതിനുണ്ട്. ഒരിക്കലും ദിവ്യത്വത്തിലേക്ക് റസൂൽ തന്നെ അത് തടയാൻ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവ്യത്വത്തിലേക്ക് റസൂലിനെ ഉയർത്തപ്പെടുക. രണ്ടാമത്തെ, റസൂലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുക എന്ന് കരുതിയിട്ട് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ഒരു സാധാരണ മുഹമ്മദ് എന്ന നിലയിലേക്ക് അപ്പൊ വഹി ഇറങ്ങി അത് റസൂല് നമുക്ക് തന്നു, അയിമ കഴിഞ്ഞു, എന്ന് കരുതാനും പാടില്ല. അതെന്താന്ന് ചോദിച്ചാൽ അത് പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഖുർആനിന്റെയും മുഴുവൻ പ്രമാണങ്ങളുടെയും ക്രെഡിബിലിറ്റിയെ ബാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സ്വകാര്യമായ ജീവിതം കൂടി പകർത്തപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രയാണ്? ഒരു മനുഷ്യൻ, നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ, എന്റെ ഭാര്യനോട് എനിക്ക് ഇതിനെ പറ്റി കണ്ടത് മുഴുവൻ നാട്ടുകാരോട് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമല്ല, ഈ വെല്ലുവിളിക്ക് നമുക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? റസൂൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല, ആയിഷ ഇജ്ജ് എന്ത് പണിയൊക്കെ നമ്മള് വീട്ടിലുണ്ടാവുമ്പോ നമ്മള് തമ്മിലുള്ളത് ഇതൊക്കെ പുറത്ത് വിളിച്ച് പറഞ്ഞ മുന്തിരി അടഞ്ഞതൊക്കെ ഇത് റസൂലിന് പറയേണ്ടി വരുന്ന ആവശ്യം എന്ന് വെച്ചാല് അത് ആ ഒരു ജീവിത വിശുദ്ധിയുടെ ഒരു പീക്കാണല്ലോ. പിന്നെ അതില് ഈ ഖുർആൻ വന്ന വഴിയിലൂടെ തന്നെയാണ് ഇതും സംരക്ഷിക്കപ്പെട്ടത്. ഖുർആൻ സ്വഹാബിമാർ മുഖേന, റസൂല് സ്വഹാബിമാർ താബികൾ, ഇതും നമുക്ക് നൽകപ്പെട്ട വന്ന വഴി തന്നെ. ഹദീസ് വന്ന അതേ വഴി തന്നെയാണ് ഖുർആന്റെ വഴി. അവിടെയും തവാത്തുറുണ്ട്. അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ. ഇപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യമാമ യുദ്ധത്തിന് ശേഷം ഈ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ആ ഒരു നിർദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ വെക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്ന അതേ കാരണം പിന്നീട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്ത് സുഹരിനോടൊക്കെ ഇങ്ങനെ ഫതാവകൾ ശേഖരിക്കാനും മറ്റേ കൗലുകളൊക്കെ ശേഖരിക്കാനുള്ളൂ. അതിന്റെ ഫസ്റ്റ് ഘട്ടം അതിൽ തന്നെ ഒന്നാമത്തെ റസൂലിന്റെ വാക്ക് സംരക്ഷിക്കുക എന്നുള്ളതും
മറ്റൊന്ന് റസൂലിന്റെ പേരിലുള്ള വ്യാജങ്ങൾ തടയുക എന്നുള്ളതും കൂടിയാണ് അതാണ് ഹദീസ് ക്രോഡീകരണത്തിന്റെ മെയിൻ ഭാഗം. ഉദ്ദേശം. അതായത് സ്വഹീഹുകൾ കിട്ടുക എന്നുള്ളതിന്റെ 10 ഇരട്ടിയാണ് മർദൂദിനെ കുറിച്ച്. അതെ മഖ്ബൂലായ ഹദീസിന്റെ അതെ എത്രയോ കൂടുതലാണ് മർദൂദായ തള്ളപ്പെടുന്ന ഹദീസുകൾ. അതായത് അത്ര ഉള്ളൊരു സാധനം അതിൽ വേണ്ട എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഇടയിലുള്ള ഒരു ബൗണ്ടറികൾ വെക്കാൻ കൂടിയാണ് അതിൽ ചെയ്തത്. സംശയം ഉണ്ടായ ഒരു ഘട്ടത്തിൽ സമ്മൂലന റിജാലക്കും അതെ അങ്ങനെ വെറുതെ അതുവരെ സഹാബികളുടെ ഒരു തലമുറയില് കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അതെ ഒരു സഹാബിയെ വിശ്വാസത്തിലെടുക്കാം. പിന്നുള്ള തലമുറയിൽ പലരും പലതും പറയാൻ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞതിന്റെ പരമ്പര പറയടോ എന്ന് പറയേണ്ടി വന്നതാണ്. അപ്പൊ വിശ്വാസ്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്തത് ഇത്. എന്നിട്ട് അതിൽ സംശയം ഉണ്ടാക്കുകയും എന്നിട്ട് അത് ഹദീസിന്റെ അവിശ്വാസത സൃഷ്ടിക്കുകയും ചെയ്യാന്നുള്ള വിരോധാഭാസമാണ് ശരിക്കും. പുറത്തുനിന്ന് തറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഇതാണ് കുറച്ചും കൂടി സുഖം എന്നുള്ളതുകൊണ്ടാണ് എന്നാലും ഖുറാനെ തൊടാൻ പറ്റില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സുന്നത്തിലേക്ക് വരുന്നത്. സുന്നത്ത് നിശ്ചയിച്ചു കഴിയുമ്പോ പിന്നെ എളുപ്പമാണ് ഖുറാൻ വെച്ചിട്ട് അവരുദ്ദേശിക്കുന്ന രൂപത്തിലേക്കൊക്കെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനൊക്കെ ഉള്ള ചരിത്രത്തിൽ എല്ലായിടത്തും ആ ഒരു ഇത് കാണാൻ പറ്റും പ്രവണത. ഇപ്പോ റസൂലിനോടുള്ള സ്നേഹവും അനുസരണവും അതിനേക്കാളേറെ റസൂലിനോടുള്ള നമ്മളുടെ വഫാവും റസൂലിനോട് നമ്മൾ ചെയ്ത ബൈഅത്തും. അപ്പോൾ റസൂലിനെ ബൈഅത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനോട് തന്നെയുള്ള ബൈഅത്താണെന്ന് വിശുദ്ധ ഖുർആൻ അമർത്തി പറയുന്ന ഇതെല്ലാം കൂടുതൽ നമ്മുടെ ഓർമ്മകളിലേക്ക് സജീവമായി എത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഈ സംസാരത്തൊക്കെ കണ്ടിട്ടുള്ളത്. ജമീല മസൈബിൻ്റെ പുതിയ കവിതയിൽ ഉള്ളതുപോലെ, എത്ര നീ സ്നേഹിച്ചിടുന്നു റസൂലിനെ എന്ന് ഞാൻ ചോദിച്ച നേരം, എന്നിലും എത്രയോ എത്രയോ കൂടുതൽ എന്നുത്തരം ചൊല്ലുന്നു മാനം. എത്ര സ്വലാത്ത് നീ ചൊല്ലുന്നു സാദരം മുത്തു റസൂലിനായി നിത്യം, ഓരോ തിരകളും 1000 വട്ടം എന്നുത്തരം ചൊല്ലി സമുദ്രം. ആദ്യത്തെ ബാങ്ക് കൊടുത്ത ബിലാലിൻ മുഖത്തവർ നൽകിയ മുത്തം, ഓർത്തുകൊണ്ടത്രേ വിടർത്തുന്നു സൂര്യനെ ഭൂമിയിൽ പൂക്കളെ നിത്യം. ഓരോ ചിറകടി ഒച്ചക്കുമർത്ഥം മുഹമ്മദാണെന്നരിപ്പിറാവ്, നേർത്തൊരു കാറ്റിലെ ഇതളനക്കം പോലും കീർത്തനമാണെന്ന് പോവും. അവസാനം മനോഹരമായിട്ട് അത് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മുത്ത് മുഹമ്മദ് ത്വാഹ റസൂലിൽ നിന്ന് എത്രയോ ദൂരം വസിച്ച് ഏറ്റവും നിസാരനായി ഞാൻ എന്നായുസിൻ ഒട്ടുമുക്കാലും തുലച്ച് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഴിയിൽ നടക്കാൻ ഈ ചെറിയ സംസാരം നമുക്ക് സഹായകമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.